നോൺ വെജ് കഴിക്കുന്നത് പലരും പറയുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇറച്ചി മാറ്റി വെച്ചു, മീൻ മാറ്റി വെച്ചു, അതൊന്നും വേണ്ട, പച്ചക്കറി. പിന്നെ പനി വന്നാൽ ഉടനെ നമ്മളൊരു കഞ്ഞി കുടിക്കുന്നു. ഈ ഒരു ട്രാക്കിലാണ് വരുന്നത്. അതൊക്കെ നല്ല മെത്തഡല്ല. കാരണം എന്ന് വെച്ചാൽ വിറ്റമിൻ B12 എന്ന് പറയുന്നൊരു പോഷകമുള്ളത് നോൺ വെജിൽ മാത്രമേ ഉള്ളൂ, പച്ചക്കറിയിലില്ല. അതുകൊണ്ടാണ് ഈ ശുദ്ധ വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ ന്യൂറോ റിലേറ്റഡ് പ്രശ്നങ്ങൾ, നാഡി നരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറവിയുടെ പ്രശ്നങ്ങൾ, കോൺസെൻട്രേഷൻ കുറയുന്നത്, ക്ഷീണം, എപ്പോഴും മടിയും ക്ഷീണം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറച്ചി മീൻ മുട്ടയൊക്കെ കഴിക്കണം. അപ്പോൾ ചിലർക്ക് പറയാറുണ്ട് എനിക്ക് ഇറച്ചി കഴിച്ചാൽ വയറിന് പ്രശ്നമാണ്, സ്കിന്നിന് പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ മാത്രമേ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇറച്ചി മീൻ മുട്ടയൊക്കെ ഒരു ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും അത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. കാരണം പലപ്പോഴും ബീഫ് മാറ്റി വെക്കുന്നത് കൊളസ്ട്രോൾ കൂടുന്നു, യൂറിക് ആസിഡ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് പല റീസണും വെച്ചുകൊണ്ടാണ് മാറ്റി വെക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പം പോഷകങ്ങൾ കിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറച്ചി മീൻ മുട്ടയെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഡെയിലി ഉപയോഗത്തിൽ അത് വന്ന് അതിനകത്തെ പോഷകങ്ങൾ നമുക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ നോർമലൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേദനകളും ക്ഷീണവും മസിൽ കയറ്റവും ബുദ്ധിമുട്ടുകളും മറവിയും അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണിക്കും. ഇതെല്ലാം ഈ പറയുന്ന പോഷകങ്ങളുടെ കുറവാണ്. അത് മസിൽ വേസ്റ്റിങ്, ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും, മസിൽ കുറയും. അതെല്ലാം പ്രോട്ടീൻ സപ്ലൈ ചെയ്തെങ്കിലേ നടക്കത്തുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് രക്തക്കുറവ് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നോൺ വെജാണ് വേണ്ടത്. വെജ് കഴിക്കുന്നതിനകത്ത് ലിമിറ്റേഷനുണ്ട് അബ്സോർപ്ഷന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെജ് പോലെ തന്നെ പച്ചക്കറിയും ഇലക്കറികളും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോൺ വെജ് ഫുഡ് ഐറ്റംസ്.